Hello, Namaskaram. Welcome back to Crafted Malayalam. I am Ananya. So, in this video, we will talk about mulleppu. So, tissue paper and one mulleppu simple. So, video മാത്രമല്ല നമ്മുടെ ചാനലിനെ പറ്റിയോ അല്ലെങ്കിൽ ഈ വീഡിയോ പറ്റിയൊക്കെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മാത്രമല്ല തീർച്ചയായും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഓരോ ലൈക്കും എൻ്റെ സപ്പോർട്ടാണ്. അതായത് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമാണ് നിങ്ങളുടെ ഓരോ ലൈക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിന്ന് ഇതുപോലുള്ള അടിപൊളി വീഡിയോസുകളുടെ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഉടനടി തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇത് എൻ്റെ തലയിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയ മുല്ലപ്പൂവാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ടിഷ്യൂ പേപ്പർ മുല്ലപ്പൂവിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു ഷീറ്റ് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്, പിന്നെ കത്രിക, പിന്നെ ഞാൻ കുറച്ച് കളർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അക്രിലിക് കളർ ഏത് കളർ വേണമെങ്കിലും എടുക്കാം. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത് ലൈറ്റ് ഗ്രീൻ കളറാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം എന്താണ്, ഈ ടിഷ്യൂ പേപ്പർ ഈക്വലായിട്ട് മൂന്നായിട്ട് മടക്കണം. അത് മൂന്നായിട്ട് മടക്കുമ്പോൾ ഇച്ചിരി വലിയ മുല്ലപ്പൂവാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാലായിട്ട് മടക്കിയാൽ കുറച്ചുകൂടി ചെറിയ മുല്ലപ്പൂ കിട്ടും. ഞാൻ ഇച്ചിരി വലുതാണ് എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതാ മൂന്നായിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂന്ന് പാർട്ടും കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരു പീസാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. നമുക്ക് ഒരു പീസ് ആദ്യം നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് ഇങ്ങനെ കുഞ്ഞായിട്ട് മടക്കി വരണം. നിങ്ങൾക്ക് ഒരു അനുസരിച്ചുള്ളൊരു അളവ് വെച്ചിട്ട് ഇങ്ങനെ മടക്കി വരണം. ഈ മടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വീഴരുത്. മടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വീണ് കഴിഞ്ഞാൽ നമുക്ക് മുല്ലപ്പൂ കട്ട് ചെയ്യുമ്പോൾ ശരിയാവത്തില്ല. ചിലപ്പോൾ അഥവാ കുഞ്ഞ് പീസ് എങ്ങാണോ വരുന്നെങ്കിൽ അതങ്ങ് കട്ട് ചെയ്ത് കളയാം. വലിയ പീസ് ഇതിൻ്റെ അത്ര അനുസരിച്ചുള്ള പീസാണ് വരുന്നതെങ്കിൽ അതും കൂടെ മടക്കി കൊടുക്കാം. അപ്പോൾ എനിക്ക് വന്നൊരു കുഞ്ഞ് പീസാണ്, അതുകൊണ്ട് ഞാനും കട്ട് ചെയ്ത് കളയുകയാണ്. ഒരു ടിഷ്യൂ പേപ്പറിൽ നമുക്ക് മാക്സിമം 6 മുതൽ 8 വരെ മുല്ലപ്പൂ കിട്ടും. അപ്പം ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഈ 2 തുമ്പും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇത് ഒരു സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് വന്നപ്പോൾ ഇത്ര എത്തി. ഇനി നമുക്കിതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത് എത്ര ഈക്വൽ പീസസ് ആയിട്ടാണ് മുറിക്കേണ്ടതെന്ന് നിശ്ചയിക്കണം. ഇതിപ്പോൾ ഞാൻ ഏകദേശം 9 പീസസ് എനിക്ക് 9 ഓവൽ ഷേപ്പ്ഡ് പീസസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 3 ആയിട്ടാണ് മുറിക്കുന്നത്. അതായത് 3 വെച്ചാണ് മുറിക്കുന്നത്. എന്നാ പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം ടിഷ്യൂ പേപ്പറിന് എന്തായാലും 2 ലെയർ ഉള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ 2 ലെയറും നമുക്ക് എടുക്കണം. നമുക്കതുകൊണ്ട് 2 ലെയറും എടുക്കാം. രണ്ട് ലെയർ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 6 മുല്ലപ്പൂ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മടക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരെണ്ണം കാണിച്ചു തരാം. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കണം. ഇങ്ങനെ കണ്ടോ? ഇങ്ങനെ മടക്കിയിട്ട് നമ്മളുടെ കയ്യിൽ ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഇരിക്കും. നമ്മളിപ്പോൾ 3 എണ്ണം സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ 3 എണ്ണത്തിനകത്ത് എങ്ങനെയാണ് കളർ തേച്ച് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ പച്ച കളർ എടുക്കുകയാണ്. ഇതിനകത്ത് ഞാൻ ഒരെണ്ണത്തിനകത്ത് കാട്ടിത്തരാം. നമ്മൾ ഒരല്പം കളർ എടുത്തിട്ട് നേരത്തെ നമ്മൾ ട്വിസ്റ്റ് ചെയ്തതുപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ പച്ച കളർ എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ.
മുല്ലപ്പൂവിൻ്റെ തണ്ടിന് ഒരു ലൈറ്റ് പച്ച കളറല്ലേ, അപ്പോൾ അതിനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ പൂവിനൊരു മഞ്ഞ കളറോ ഓറഞ്ച് കളറോ ഒക്കെ കൊടുത്തിട്ട് ഇതിന് കെട്ടുന്നതിൻ്റെ ഇടയ്ക്ക് വെക്കാം. ഇതാ നമ്മളിപ്പോൾ 3 പൂവിനും കൊടുത്ത് കഴിയാറായി. നമ്മൾ ഏത് ഡയറക്ഷനിലോട്ടാണ് ട്വിസ്റ്റ് ചെയ്ത് ആ സെയിം ഡയറക്ഷനിലോട്ട് തന്നെ ട്വിസ്റ്റ് ചെയ്യണം. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിരിക്കില്ല, അത് ഇളകിപ്പോരും. നമ്മൾ എടുത്ത ടിഷ്യൂ പേപ്പറും പിന്നെ കുറച്ചുകൂടെ എടുത്തിട്ട് ഞാൻ കുറച്ചുകൂടെ മുല്ലപ്പൂ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കെട്ടി നോക്കാം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കെട്ടി കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മുല്ലപ്പൂ എല്ലാം കെട്ടിയിട്ടുണ്ട്. ഇത് കുഞ്ഞു പൂവും കെട്ടിയിട്ടുണ്ട്, വലിയ പൂവും കെട്ടിയിട്ടുണ്ട്. ഒറിജിനലെ പോലെ തന്നെ ടിഷ്യൂ പേപ്പറും കൊണ്ട് മുല്ലപ്പൂ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങളെല്ലാവരും പഠിച്ചില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ ഒരു അടിപൊളി കണ്ടന്റുമായി ഞാൻ എത്തുന്നവരെ ബൈ.